നമസ്കാരം. ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. ജില്ലയിലെ ആദ്യ കേരള ചിക്കൻ സ്റ്റാൾ പ്രവർത്തനം ആരംഭിച്ചു. വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസ് യൂത്ത് കോൺഗ്രസ് പ്രാഥമിക അംഗത്വ പട്ടിക കോടതി റദ്ദാക്കി. കേരളയിൽ SFIക്ക് വിജയത്തുടക്കം. 42 കോളേജുകളിൽ എതിരില്ല. ജില്ലാ ആശുപത്രിയിൽ കൂട്ടിരിപ്പുകാർക്ക് ഇനി നൈറ്റ് ഷെൽട്ടർ സൗകര്യം. ജില്ലാ ആശുപത്രിയിൽ രോഗികളുടെ കൂട്ടിരിപ്പുകാർക്കുള്ള നൈറ്റ് ഷെൽട്ടർ രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു. ജില്ലാ ആശുപത്രിക്ക് പുതിയ ആംബുലൻസിനായി 18 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. മന്ത്രിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നൈറ്റ് ഷെൽട്ടർ നിർമ്മിച്ചത്. 2 നിലകളിലുള്ള കെട്ടിടത്തിൽ താഴത്തെ നിലയിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഭിന്നശേഷിക്കാർക്കും പ്രത്യേക ടോയ്ലറ്റ്, മുകളിലത്തെ നിലയിൽ ഒരു ഹാൾ, 12 കിടക്കകൾ എന്നിവയാണ് ഒരുക്കിയിരിക്കുന്നത്. ഇതോടൊപ്പം ഫാർമസി, ലാബ് എന്നിവയുടെ മുൻവശം ഷീറ്റിടുകയും വാഷിംഗ് ഏരിയ, മുഴുവൻ സമയവും പ്രവർത്തിക്കുന്ന ക്യാഷ് കൗണ്ടർ എന്നിവയും നിർമ്മിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം NV ശ്രീജിനി, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പീയൂഷ് M നമ്പൂതിരിപ്പാട് എന്നിവർ മുഖ്യ അതിഥികളായി. ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ ഗ്രിഫിൻ സുരേന്ദ്രൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. RMO സുമിൻ മോഹൻ, HMC അംഗങ്ങളായ TP വിജയൻ, CP സന്തോഷ് കുമാർ, ആശുപത്രിയിലെ സെക്രട്ടറിയും ട്രഷററുമായ AP സജീന്ദ്രൻ, CNEO ഇൻചാർജ് ശാന്തപ്പയ്യ, സ്റ്റാഫ് സെക്രട്ടറി C പ്രമോദ് കുമാർ എന്നിവർ സംസാരിച്ചു. മുഴത്തടം UP സ്കൂളിന് പുതിയ കെട്ടിടത്തിന് തറക്കല്ലിട്ടു. താണമുഴത്തടം ഗവൺമെന്റ് UP സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു. കിഫ്ബി ഫണ്ടിൽ നിന്നും അനുവദിച്ച 1.5 കോടി രൂപ ചെലവിൽ 3 നിലകളിലായി 6 ക്ലാസ് മുറികളാണ് നിർമ്മിക്കുന്നത്. കണ്ണൂർ കോർപ്പറേഷൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷമീമ ഇസ്ലാഹിയ അധ്യക്ഷയായി. USS വിജയികളായ വിദ്യാർത്ഥികളെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളയാവൂർ അനുമോദിച്ചു. പ്രധാനാധ്യാപകൻ KP മനോജ് കുമാർ, സോയ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർപേഴ്സൺ ഷമ മുഹമ്മദ്, വിദ്യാകരണം ജില്ലാ കോർഡിനേറ്റർ KC സുധീർ, സ്കൂൾ PK ലതീഷ്, PTA പ്രസിഡന്റ് VP അർഷിത, സ്റ്റാഫ് സെക്രട്ടറി C ശ്രീജ, RK ജയവർമ്മ, ഇംതിയാസ് എന്നിവർ സംസാരിച്ചു. കേരള സർവകലാശാലയ്ക്ക് കീഴിലെ കോളേജുകളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നോമിനേഷൻ പ്രക്രിയ പൂർത്തീകരിക്കുമ്പോൾ SFIക്ക് ഉജ്ജ്വല മുന്നേറ്റം. തെരഞ്ഞെടുപ്പ് നോമിനേഷൻ പ്രക്രിയ നടന്ന 79 കോളേജുകളിൽ 42 കോളേജുകളിലും SFIക്ക് വിജയം. നിഷ്പക്ഷതയുടെ നിശബ്ദതയല്ല, നിലപാടുകളുടെ സമരമാണ് വിദ്യാർത്ഥിത്വം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചാണ് SFI തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ തെരഞ്ഞെടുപ്പ് നോമിനേഷൻ പൂർത്തീകരിച്ച 37 കോളേജുകളിൽ 19 കോളേജിലും SFI വിജയിച്ചു. ഗവൺമെന്റ് ആർട്സ് കോളേജ്, ഗവൺമെന്റ് സംസ്കൃത കോളേജ്, കിഡ്സ് കോളേജ് കാട്ടാക്കട, ക്രിസ്ത്യൻ കോളേജ് കാര്യവട്ടം, ഗവൺമെന്റ് കോളേജ് ചെമ്പഴന്തി, SM കോളേജ്, MMS മദർ തെരേസ കോളേജ്, ശ്രീ സരസ്വതി തിരുനാൾ സംഗീത കോളേജ്, RPM ശ്രീശങ്കരാചാര്യ വിദ്യാപീഠം, മുളയറ കോളേജ്, കുളത്തൂർ കോളേജിൽ, ധനുവച്ചപുരം ISRD, തൈക്കാട് BEd കോളേജ്, SNSAT ഫിനാൻസിംഗ് കോളേജ് ചെമ്പഴന്തി, വൈറ്റ് മെമ്മോറിയൽ കോളേജ്, വിഗ്യാൻ കോളേജ് എന്നിവിടങ്ങളിൽ വിജയിച്ചു. കൊല്ലം ജില്ലയിൽ നോമിനേഷൻ പ്രക്രിയ പൂർത്തീകരിച്ചപ്പോൾ 19 കോളേജുകളിൽ 10 കോളേജുകളിലും SFI വിജയിച്ചു. ആലപ്പുഴ ജില്ലയിലെ 19 കോളേജിൽ 16ലും SFIക്ക് വിജയം. ജില്ലയിലെ 19 കോളേജുകളിൽ 13 കോളേജുകളിലും SFIക്ക് വിജയം നേടി. കഴിഞ്ഞ 2 വർഷങ്ങളിലായി KSU യൂണിയൻ ഭരിച്ചിരുന്ന അമ്പലപ്പുഴ ഗവൺമെന്റ് ആർട്സ് കോളേജ്, IHRD മാവേലിക്കര കോളേജ് എന്നിവ SFI തിരിച്ചുപിടിച്ചു. വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസ് യൂത്ത് കോൺഗ്രസ് പ്രാഥമിക അംഗത്വ പട്ടിക കോടതി റദ്ദാക്കി. യൂത്ത് കോൺഗ്രസ് വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ കോടതിയുടെ നിർണായക ഇടപെടൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വ പട്ടിക പൂർണ്ണമായും റദ്ദാക്കാൻ മൂവാറ്റുപുഴ മുൻസിഫ് കോടതി ഉത്തരവിട്ടു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ദേശീയ നേതൃത്വങ്ങൾ ഹർജിക്കാരന് കോടതി ചിലവ് നൽകുമെന്നും കോടതി നിർദ്ദേശിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ തന്നെയാണ് ഹർജി ഫയൽ ചെയ്തത്. യൂത്ത് കോൺഗ്രസ് അംഗത്വ വിതരണവും തെരഞ്ഞെടുപ്പ് ചിരട്ട
വിരുദ്ധമായാണ് നടന്നതെന്ന് കോടതി പറഞ്ഞു. അംഗത്വ വിതരണവും തെരഞ്ഞെടുപ്പും നടന്നത് യൂത്ത് കോൺഗ്രസ് ഭരണഘടനയ്ക്ക് വിരുദ്ധമായി എന്നും കോടതി നിരീക്ഷണമുണ്ട്. വ്യാജ അംഗങ്ങളെ സൃഷ്ടിച്ച് അധികാരം പിടിച്ചെടുക്കാനുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ ശ്രമങ്ങളാണ് ഈ വിധിയിലൂടെ പൊളിഞ്ഞത്. സംസ്ഥാന സർക്കാർ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച കേരള ചിക്കൻ പദ്ധതിയുടെ ജില്ലയിലെ ആദ്യത്തെ സ്റ്റാൾ കുറ്റിയാട്ടൂർ കുടുംബശ്രീ CDSന്റെ കീഴിൽ മയിൽ പ്രവർത്തനം ആരംഭിച്ചു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം നിർവഹിച്ചു. കുറ്റിയാട്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PP റെജി അധ്യക്ഷയായി. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ AV ജയൻ പദ്ധതി വിശദീകരണം നടത്തി. അടുത്ത 2 മാസത്തിനുള്ളിൽ പട്ടന്നൂർ, പാനൂർ, ചെറുകുന്ന്, ആലക്കോട്, കണ്ണൂർ, ഇരിട്ടി പഞ്ചായത്തുകളിൽ കൂടെ കേരള ചിക്കൻ ഔട്ട്ലെറ്റുകൾ പ്രവർത്തനം ആരംഭിക്കും. കേരള ചിക്കൻ ഫാമുകളിൽ വളർച്ചയെത്തിയ ഇറച്ചിക്കോഴി കുടുംബശ്രീ അംഗങ്ങൾ നടത്തുന്ന വിപണനശാലകൾ വഴിയാണ് വിൽപ്പന നടത്തുന്നത്. കിലോയ്ക്ക് 17 രൂപ ഔട്ട്ലെറ്റ് ഉടമയ്ക്ക് ലഭിക്കും. മാർക്കറ്റ് വിലയേക്കാളും 10% കുറവിലാണ് കേരള ചിക്കൻ ഔട്ട്ലെറ്റുകൾ വഴി വിൽപ്പന നടത്തുന്നത്. കേരളത്തിൽ വിവിധ ജില്ലകളിലായി 140 ഔട്ട്ലെറ്റുകളിൽ നിന്നായി 50 ടണ്ണോളം കേരള ചിക്കൻ ഓരോ ദിവസവും വിൽപ്പന നടത്തുന്നുണ്ട്. ബ്രോയിലർ കർഷകർക്കും ഔട്ട്ലെറ്റ് ഉടമകൾക്കും മികച്ച വരുമാനമാർഗം ഉറപ്പുവരുത്തുന്ന സംരംഭം കൂടിയാണ് കേരള ചിക്കൻ. 50,000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെ മാസവരുമാനം ഔട്ട്ലെറ്റുകൾ വഴി കുടുംബശ്രീ അംഗങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. കേരള ചിക്കൻ ഫാമുകൾ ഔട്ട്ലെറ്റുകൾ ആരംഭിക്കുന്നതിന് കുടുംബശ്രീ വഴി 1.5 ലക്ഷം രൂപ വരെ ലോൺ ലഭിക്കും. 2026ഓടെ വിപണിയുടെ 25% എത്തുകയെന്ന ലക്ഷ്യത്തോടെ പദ്ധതി വ്യാപിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് കുടുംബശ്രീയും കേരള ചിക്കൻ കമ്പനിയും. കേരള ചിക്കൻ പദ്ധതിയുടെ ഭാഗമായി കണ്ണൂർ ജില്ലയിൽ ഔട്ട്ലെറ്റുകൾ ആരംഭിക്കാൻ താൽപ്പര്യമുള്ള കുടുംബശ്രീ അംഗങ്ങൾ പഞ്ചായത്തുകളിലെ കുടുംബശ്രീ CDS ഓഫീസുകളിൽ അപേക്ഷ നൽകണം. ബഹിരാകാശ പ്രദർശനം നാളെ മുതൽ. ലോക ബഹിരാകാശ വാരാചരണത്തിന്റെ ഭാഗമായി ശാസ്ത്ര സാഹിത്യ പരിഷത്തും വേണു ബാബു ആസ്ട്രോണമി ക്ലബും ചേർന്ന് സംഘടിപ്പിക്കുന്ന ബഹിരാകാശ പ്രദർശനത്തിനും ജ്യോതിശാസ്ത്ര ക്ലാസുകൾക്കും ശനിയാഴ്ച തുടക്കമാകും. പ്രദർശനം പരിഷത്ത് ഭവനിൽ രാവിലെ 10-ന് ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MV ശ്രീജിനി ഉദ്ഘാടനം ചെയ്യും. ശാസ്ത്രമേളകൾക്കുള്ള ഒരുക്കങ്ങളിൽ അധ്യാപകർക്കുള്ള പരിശീലനം നടക്കും. കൂടാളി സമ്പൂർണ്ണ പ്രഥമ ശുശ്രൂഷ പഞ്ചായത്ത് പരിശീലനം 5-ന്. കൂടാളി ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ പ്രഥമ ശുശ്രൂഷ പഞ്ചായത്താക്കി മാറ്റുന്നതിന്റെ റിസോഴ്സ് പരിശീലനം ഒക്ടോബർ 5-ന് രാവിലെ 10 മണി മുതൽ പഞ്ചായത്ത് ഹാളിൽ നടക്കും. പരിശീലനം ലഭിച്ചവരുടെ നേതൃത്വത്തിലാണ് തുടർ ക്ലാസുകൾ നടക്കുക. ഒരു വീട്ടിലെ ഒരംഗത്തിന് പ്രഥമ ശുശ്രൂഷയിൽ പരിശീലനം നൽകുകയാണ് ലക്ഷ്യം. പരിശീലനത്തിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ രജിസ്റ്റർ ചെയ്യണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9747729324 9562271744 9447372316. ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, പരിയാരം മെഡിക്കൽ കോളേജ്, AKG സഹകരണ ആശുപത്രി എന്നിവയുടെ അക്കാദമിക് സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്.